സിക്സിലെ വേൾഡ് ക്ലാസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ 2024 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓഡിയോയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിവൈൻ കോമഡി എന്നുള്ള വർക്ക് ആരാണ് എഴുതിയിരിക്കുന്നത്? ഡിവൈൻ കോമഡി എന്നുള്ള വർക്ക് ഡാൻറ്റെ അലിഗറിയാണ് എഴുതിയിരിക്കുന്നത്. ലാ കൊമേഡിയ എന്നാണ് പറയുന്നത്. അതൊരു മോണിമെൻ്റൽ ഇറ്റാലിയൻ നറേറ്റീവ് പോവമാണ്. ഏർലി 14th സെഞ്ച്വറിയിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ വർക്കിനെ നമ്മൾ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇൻഫേർണോ, പർഗേറ്റോറിയോ ആൻഡ് പാരഡൈസോ. അതായത് സോൾ എന്നുള്ള ക്യാരക്ടറിൻ്റെ ജേർണി ടുവേർഡ്സ് ഗോഡ്. ഓക്കെ, നമ്മുടെ ആത്മാവ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഡാൻറ്റെ ഈ ഒരു ജേർണി വെച്ചിട്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറാണ് ആൻഡ് ഓൾസോ കോർണർ സ്റ്റോൺ ഓഫ് ഇറ്റാലിയൻ ലിറ്ററേച്ചറാണ് ഡാൻറ്റയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത്. ലാ കൊമേഡിയ എന്നുള്ളതാണ് ഇതിൻ്റെ ഇറ്റാലിയൻ ടൈറ്റിൽ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ദ നെയിം ദി എപ്പിക് പോം റിട്ടൺ ബൈ വിർജിൽ. റോമൻ പോയറ്റാണ് വിർജിൽ. അദ്ദേഹത്തിൻ്റെ എപ്പിക് പോം എന്ന് പറയുന്നത് ദ ഏനിയഡ് ആണ്. AENEID. അത് സ്റ്റോറി ഓഫ് ഏനീസ് ആണ് പറയുന്നത്. ഒരു ട്രോജൻ ഹീറോ ആണ്. ഇറ്റലിയിലോട്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നു ആഫ്റ്റർ ദി ഫോൾ ഓഫ് ട്രോയ് ആൻഡ് പിന്നീട് റോമൻസിൻ്റെ ആൻസസ്റ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റോമിൻ്റെ ഐഡിയൽസ്, അതായത് റോമൻ ഐഡിയൽസ് സച്ച് എസ് ഡ്യൂട്ടി, സാക്രിഫൈസ്, ഡെസ്റ്റിനി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോത്തിനകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെതയുടെ പ്ലേ ആയിട്ടുള്ള ഫോസ്റ്റിലെ മെയിൻ ആൻറ്റഗോണിസ്റ്റ് ആരാണ്? അപ്പം ഗെതയുടെ പ്ലേ ആണ് മെയിൻ ഫോസ്റ്റ്. അതിനകത്ത് മെയിൻ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് മെഫിസ്റ്റോഫിലിസ് ആണ്. ഒരു ഡെവിൾ ലൈക്ക് ഫിഗർ ആണ്. അതായത് ഫോസ്റ്റ് എന്നുള്ള ക്യാരക്ടറിനെ വേൾഡ്ലി പ്ലഷേഴ്സും നോളജും തരാമെന്ന് പറഞ്ഞ് ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്യാരക്ടറാണ് മെഫിസ്റ്റോഫിലിസ് എന്ന് പറയുന്നത്. ഈവിൾ, സിനിസിസം അല്ലെങ്കിൽ മോറൽ വാല്യൂസിൻ്റെ ചലഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് മെഫിസ്റ്റോഫിലിസ്. അതുപോലെ തന്നെ മെഫിസ്റ്റോഫിലിസിനെ നമുക്ക് മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള പ്ലേക്കകത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ ഫോസ്റ്റസിനെ വഴിതെറ്റിക്കുന്ന എന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് 24 ഇയേഴ്സിലോട്ട് എന്ത് ചെയ്യാണ്, ഡെവിളിന് വേണ്ടി ഡീഡ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ട് സെയ്റ്റാൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള മെഫിസ്റ്റോഫിലിസിനെ സെയ്റ്റൻ വിടുന്നു. മെഫിസ്റ്റോഫിലിസാണ് ഡോക്ടർ ഫോസ്റ്റസിനും ഇതുപോലെ നോളജും വേൾഡ്ലി പ്ലഷേഴ്സും എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഇതേ തീം തന്നെയാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള പ്ലേക്കകത്ത് മാർലോയും എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വെൻ ആൻഡ് വെയർ വാസ് ഈലിയറ്റ്സ് എസ്സേ വാട്ട് ഇസ് എ ക്ലാസിക് ഫസ്റ്റ് പ്രസൻറ്റഡ്. TS ഈലിയറ്റിൻ്റെ വാട്ട് ഇസ് എ ക്ലാസിക് എന്നുള്ളത് 1944 പ്രസിഡൻഷ്യൽ അഡ്രസ് ടു വിർജിൽ സൊസൈറ്റിയിലാണ് ഫസ്റ്റ് ഡെലിവറി ചെയ്തിരിക്കുന്നത് ലണ്ടനിൽ വെച്ച്. ഈ ലെക്ചറിലാണ് TS ഈലിയറ്റ് ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നും വിർജിലിനെ ഒരു ഐഡിയൽ എക്സാമ്പിളായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ലിറ്റററി ട്രഡീഷനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. 2 റഷ്യൻ നോവലിസ്റ്റുകളുടെ പേര് പറയാൻ പറഞ്ഞ ഫ്യോഡർ ഡസ്തയോവ്സ്കിയും ലിയോ ടോൾസ്റ്റോയും. ദസ്തയോവ്സ്കിയുടെ സൈക്കോളജിക്കൽ വർക്ക്സ് ആണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് പോലെയുള്ള വർക്ക്. ടോൾസ്റ്റോയി എപ്പിക് നോവൽസ് എഴുതിയിട്ടുണ്ട്, വാർ ആൻഡ് പീസ്, അന്ന കരനീന പോലെയുള്ളത്. പിന്നെ ദസ്തയോവ്സ്കിയുടെ മറ്റൊരു നോവലാണ് ബ്രദേഴ്സ് കാരമസോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഫിലോസഫിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസിനെ കുറിച്ചാണ് ഇവർ രണ്ടുപേരും എഴുതുന്നത്. ബൊക്കാഷോയുടെ കളക്ഷൻ ഓഫ് ടെയിലിനെ വിളിക്കുന്ന പേര് ദ ഡെക്കാമെറോൺ എന്നാണ്. 100 സ്റ്റോറീസിൻ്റെ കളക്ഷനാണ്. അപ്പം ലവ്, വിത്ത്, ഹ്യൂമൻ ബിഹേവിയർ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഡെക്കാമെറോൺ ആണ് ചോസറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് എന്നുള്ള വർക്കിനകത്തുള്ള മോഡേൺ ടെക്നിക്ക് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ജെയിംസ് ജോയ്സിൻ്റെ വർക്ക്സിനകത്തും വിർജീനിയ വുൾഫിൻ്റെ വർക്കിനകത്തും ഒക്കെ മെയിൻലി വരുന്നൊരു ടെക്നിക്ക്, അവർ യൂസ് ചെയ്തിരുന്ന ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡാണ് യുലീസസിനകത്തും ജെയിംസ് ജോയ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് മനസ്സിൽ വരുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എഴുതി പോകും, ഒരു ബ്രേക്കും ഇല്ലാതെ. ഒരു ട്രഡീഷണൽ നറേറ്റീവ് സ്ട്രക്ചർ പോലെ അല്ല എഴുതുന്നത്. ഹ്യൂമൻ മൈൻഡ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അത് അതിനെ അതുപോലെ തന്നെ റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഗ്രീക്ക് ക്ലാസിക്സ് എഴുതിയ 3 ഡ്രമാറ്റിസ്റ്റുകളുടെ പേരെന്ന് പറയുന്നത് ഈസ്കിലസ്, സോഫോക്ലസ് ആൻഡ് യൂറിപ്പിഡസ് കേട്ടോ. അവരാണ് ട്രാജഡിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പിന്നെ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് നൽകിയിട്ടുള്ളത്. ആൻഡ് അഭിജ്ഞാന ശകുന്തളത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ വിളിക്കുന്നത് ദ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള. കിങ് ദുഷ്യന്ത ശകുന്തളയെ റെക്കഗ്നൈസ് ചെയ്യുന്നു ആഫ്റ്റർ എ പീരീഡ് ഓഫ് സെപ്പറേഷൻ കോസ്ഡ് ബൈ എ കേഴ്സ്. ഓക്കെ, പിന്നെ അലക്സി മാക്സിമോവിച്ച് പേഷ്കോവിൻ്റെ സ്യൂഡോണിം നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിം ഗോർക്കി എന്നാണ് കേട്ടോ. ഗോർക്കി എന്ന് വെച്ചാൽ ബിറ്റർ എന്നുള്ള മീനിങ് ആണ്. എന്നുവെച്ചാൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഹാർഡ്ഷിപ്സ് ആൻഡ് സോഷ്യൽ സ്ട്രഗിളിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. റഷ്യൻ ലിറ്ററേച്ചറിൽ ഒരു മേജർ ഫിഗറാണ് ആരെന്ന് പറയുന്നത് മാക്സിം ഗോർക്കി എന്ന് പറയുന്നത്. ഫ്രാങ്കൻസ്റ്റീൻ ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന നോവലാണ് റിട്ടൺ ബൈ മേരി ഷെല്ലി.
വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ എന്നുള്ളതാണ് അതിനകത്തെ ക്യാരക്ടറിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേര്. അദ്ദേഹം ഒരു ലിവിങ് ബീയിങ്ങിനെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റേഷനിലൂടെ കൊണ്ടുവരുവാണ്, പുനർജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്നത് കേട്ടോ. ആംബീഷൻ, റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ നോളജിൻ്റെ ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ വൈ വാസ് ആക്ടിയോൺ പണിഷ്ഡ്? ആക്ടിയോൺ വാസ് പണിഷ്ഡ് ബിക്കോസ് എന്താണ്, അദ്ദേഹം ആർട്ടമിസ് എന്നുള്ള ഗോഡസ് കുളിക്കുന്നത് ആക്സിഡൻ്റലി കണ്ടു. ആൻഡ് ആസ് എ പണിഷ്മെൻറ്റ് ആക്ടിയോണിനെ ഈ ആർട്ടമിസ് എന്നുള്ള ഗോഡസ് ഒരു സ്റ്റാഗ് ആക്കി ട്രാൻസ്ഫോം ചെയ്തു. ആൻഡ് ദെൻ ഹി വാസ് കിൽഡ് ആൻഡ് ഹണ്ടഡ് ബൈ ഹിസ് ഓൺ ഡോഗ്സ്. ഡിവൈൻ റാത്തിനെ കുറിച്ചാണിത് എഴുതിയിരിക്കുന്നത്. ദുർവാസാവിൻ്റെ കേഴ്സ് എന്തായിരുന്നു അഭിജ്ഞാന ശകുന്തളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുർവാസാവ് ശകുന്തളയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ആശ്രമത്തിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നെന്താണ് അവരുടെ ആശ്രമത്തിൽ വന്ന ആ ഒരു ടൈമിൽ ശകുന്തള വാസ് ഡേ ഡ്രീമിങ്. അപ്പോൾ എത്ര വിളിച്ചിട്ടും കേട്ടില്ല. സോ ഹി കേഴ്സ്ഡ് ഹർ. ആരെയാണോ ഓർത്തിരിക്കുന്നത് അവരെ ഫൊർഗെറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കിങ് ദുഷ്യന്തനെ ആയിരുന്നു ഓർത്തിരുന്നത്. സോ അദ്ദേഹം ആരെ ഫൊർഗെറ്റ് ചെയ്തു, ഐ മീൻ മറന്നുപോയി, ശകുന്തളയെ മറന്നുപോയി. അപ്പോൾ അത് കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ടോക്കൺ ഓഫ് റെക്കഗ്നീഷൻ ദുഷ്യന്തൻ എന്ത് ചെയ്യണം, റിമെമ്പർ ചെയ്യണം, അല്ലെങ്കിൽ ദുഷ്യന്തൻ്റെ അടുത്ത് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ കേഴ്സ് ബ്രേക്ക് ആവുകയുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലേയിലെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കേഴ്സ് ആണ്. പിന്നെ ക്ലാസിക് എന്നുള്ളതിനെ ടേമിനെ എങ്ങനെയാണ് TSL ഡിഫൈൻ ചെയ്തത്? ക്ലാസിക് എന്ന് പറയുന്ന ഒരു വർക്കാണ് ദാറ്റ് ഷോസ് മെച്യൂരിറ്റി ഓഫ് മൈൻഡ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഒരു വെൽ ഡെവലപ്ഡ് സിവിലൈസേഷനിൽ നിന്ന് മാത്രമേ ഒരു ക്ലാസിക്ക് വരികയുള്ളൂ. ക്ലാസിക്കിന് യൂണിവേഴ്സൽ അപ്പീലും ലാസ്റ്റിംഗ് വാല്യൂ ആണുള്ളത്. വിർജിലിൻ്റെ വർക്ക്സ് ആണ് പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് TS Eliot ഒരു ക്ലാസിക്കിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ തീം ഓഫ് ജയദേവാസ് ഗീതാ ഗോവിന്ദ, ഡിവൈൻ ലവ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് രാധ ആണ്. പിന്നെ ഹ്യൂമൻ സോളും ഗോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പും സെൻഷ്വാലിറ്റി വിത്ത് സ്പിരിച്വാലിറ്റി എന്നും പറയുന്നുണ്ട്, തീംസ് ആയിട്ട് വരുന്നുണ്ട്. ഹോമറിൻ്റെ ഒഡിസി എന്ന് പറയുന്ന ഒരു എപ്പിക് പോമാണ്. ജേർണി ഓഫ് ഒഡീസിയസ് റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ ദ ട്രോജൻ വാർ. ഹീറോയിസം, പെർസിവറൻസ്, ലോയൽറ്റി ഒക്കെ തീമായിട്ട് വരുന്നുണ്ട്. അഡ്വഞ്ചറസ് ആൻഡ് സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടേഴ്സും വരുന്നുണ്ട്. വൈ ഇസ് ബാഷസ് കോൾഡ് ട്വൈസ് ബോൺ? ബാഷസ് എന്ന് വെച്ചാൽ ഡൈനേഷ്യസ് ആണ്. ട്വൈസ് ബോൺ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഹി വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ഹിസ് മദർ സെമീൽ ആൻഡ് ലേറ്റർ റീബോൺ ഫ്രം സിയൂസിൻ്റെ തൊടയിൽ നിന്ന് പിന്നീട് പുനർജനിക്കുകയാണ് ഉണ്ടായത്. ആദ്യം അമ്മയിൽ നിന്ന് ജനിച്ചു, പിന്നീട് സിയൂസിൻ്റെ തൈയിൽ നിന്ന്, തൊടയിൽ നിന്നാണ് രണ്ടാമത് ജനിച്ചത്. അതുകൊണ്ടാണ് ട്വൈസ് ബോൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. സെമേലിൻ്റെ ഡെത്തിന് ശേഷം സൂയിസ് ആണ് ഈ ഒരു അൺബോൺ ചൈൽഡിനെ സേവ് ചെയ്യുന്നത്. പിന്നെ ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു മാനിൻ്റെ സ്പിരിച്വൽ ജേർണി ടുവേർഡ്സ് എൻലൈറ്റൻമെൻ്റ് ആണിത്. ബുദ്ധിസ്റ്റ് ഫിലോസഫി, സെൽഫ് ഡിസ്കവറി ഒക്കെ ഉണ്ട്. എക്സ്പീരിയൻസിലൂടെയാണ് സിദ്ധാർത്ഥ എന്നുള്ള ക്യാരക്ടർ ലേൺ ചെയ്യുന്നത് റാദർ ദാൻ ടീച്ചിങ്സ്. ഇന്നർ പീസ് ആൻഡ് പേഴ്സണൽ ട്രൂത്തിനെ കുറിച്ചുമാണ് ഈ ഒരു നോവലിനകത്ത് സംസാരിക്കുന്നത്. ശൂദ്രക ആരാണ്? ഒരു ഏൻഷ്യൻ ഇന്ത്യൻ പ്ലേ റൈറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്ലേ ആണ് മൃച്ഛകടിക, ദ ലിറ്റിൽ ക്ലേ കാർട്ട്. പിന്നെ ഈ പ്ലേക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ ലൈഫ്, ലവ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രീഗ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോറസ് ഇൻ ഗ്രീക്ക് ട്രാജഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കോറസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ് ആണ് ഹൂ കമൻറ്റ് ഓൺ ദി ആക്ഷൻ ഓഫ് ദി പ്ലേ. പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണ്. കോറസ് സൊസൈറ്റി അല്ലെങ്കിൽ മോറൽ കോൺഷ്യൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ മാക്കിയവെല്ലി എന്ന് പറയുന്നൊരു ഇറ്റാലിയൻ പൊളിറ്റിക്കൽ തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ദ പ്രിൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പവറിനെ കുറിച്ചും ലീഡർഷിപ്പിനെ കുറിച്ചുമാണ് മാക്കിയവെല്ലി എഴുതിയിട്ടുള്ളത് ഈ ഒരു വർക്കിനകത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിൽ നിന്ന് വന്ന ടേമാണ് മാക്കിയവില്ലൻ എന്നുള്ളൊരു വർക്ക്, ഒരു ടേം എന്ന് പറയുന്നത്. പിന്നെ ഈഡിപ്പസും ടൈറീഷ്യസും തമ്മിലുള്ള എൻകൗണ്ടർ ഈഡിപ്പസ് റെക്സിലെ. ടൈറീഷ്യസ് എന്ന് പറയുന്ന ബ്ലൈൻഡ് പ്രോഫറ്റ് ആണ്. ടൈറീഷ്യസ് ആണ് റിവീൽ ചെയ്യുന്ന ഈഡിപ്പസ് ഹിംസെൽഫ് ഈസ് എ മർഡറർ ആൻഡ് ഈഡിപ്പസ് ഇനിഷ്യലി റെഫ്യൂസ് ടു ബിലീവ് ഹിം. പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു ട്രൂത്തും ബ്ലൈൻഡ്നെസ്സും ഒക്കെ വരുന്ന ആ ഒരു കൺഫ്രണ്ടേഷനും ഇതൊക്കെയാണ് ഇതിനകത്ത് ടേണിംഗ് പോയിന്റ് ഈ ഒരു ട്രാജിക് വർക്കിനകത്ത് വരുന്നത് കേട്ടോ. ആഫ്രാബെന്നും റെസ്റ്റോറേഷൻ തിയേറ്ററും. ആഫ്രാബെൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊഫഷണൽ ഫീമെയിൽ പ്ലേ റൈറ്റ് ഇൻ ഇംഗ്ലണ്ടാണ്. റെസ്റ്റോറേഷൻ കോമഡിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ജെൻഡർ റോൾസ് ആൻഡ് സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെ വിമൻ്റെ പ്രസൻസ് ലിറ്ററേച്ചറിൽ കാണിച്ചിരുന്ന ഒരു റൈറ്ററായിരുന്നു ഇവരെന്ന് പറയുന്നത്. എപ്പിക് പോയട്രി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പിക് പോയട്രി എന്ന് വെച്ചാൽ ലോങ് നെറേറ്റീവ് പോമാണ്. ഹീറോയിക് ഡീഡ്സും ഇവൻസിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഗോഡ്സ്, ബാറ്റിൽസ് ആൻഡ് ജേർണീസിനെ കുറിച്ച് പറഞ്ഞു പോകുന്നു. എക്സാമ്പിൾ ഇല്ലിയഡും എനീഡുമാണ് കേട്ടോ. പിന്നെ അഭിജ്ഞാന ശാകുന്തളത്തിൽ മാനും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കാം. ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ് ഹ്യൂമൻ ബീങ്സും നേച്ചറും തമ്മിലുള്ളത്. ശകുന്തള തന്നെ ഫോറസ്റ്റ് ഹെർമിറ്റേജിലാണ് വളരുന്നത്. സോ നാച്ചുറൽ ബ്യൂട്ടിയുടെ ഇടയിലാണ് ഇവർ വളരുന്നത്. നേച്ചറുമായിട്ട് വളരെയധികം ഇമോഷണൽ കണക്ഷൻ ആർക്കുണ്ട്? ശകുന്തളയ്ക്കുണ്ട്. നേച്ചറാണ് ഇവരുടെ ഇമോഷൻസിനെയും പ്യൂരിറ്റിയും റിഫ്ലക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നേച്ചറുമായിട്ട് ശകുന്തള ഇടപഴകുന്ന പ്ലാന്റ്സുമായിട്ടും ആനിമൽസുമായിട്ടും ഒക്കെ ഇടപഴകുന്ന ആ എപ്പിസോഡ്സിനെ കുറിച്ചും പിന്നെ സീനിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് മാർക്സിനനുസരിച്ച് എഴുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിനെ കുറിച്ചും റൈറ്റേഴ്സിനെ കുറിച്ചുമാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ട്രാജഡി, എപ്പിക്, കോമഡി, പിന്നെ അതുപോലെ തന്നെ ഫെയ്റ്റ്, ഹീറോയിസം, മൊറാലിറ്റി, പിന്നെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് റൈറ്റേഴ്സിൻ്റെ വർക്കിനെയും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് വർക്ക് എഴുതി പോവുക. പിന്നെ നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട് എന്നുള്ള വർക്കിനകത്ത് നറേറ്ററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നറേറ്റർ ഇതിനകത്ത് അൺനെയിംഡ് ആണ്, ഐസൊലേറ്റഡ് ആണ്, ഒരു ബിറ്റർ മാൻ ആണ്. അയാളെ വിളിക്കുന്ന പേര് നമ്മൾ അണ്ടർഗ്രൗണ്ട് മാൻ എന്നാണ്. പിന്നെ എക്സ്ട്രീം സെൽഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ഏലിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. സൊസൈറ്റിയെയും റാഷണൽ തോട്ടിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു ക്യാരക്ടറും കൂടിയാണിത് കേട്ടോ. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നരേഷനാണ് ഇയാളുടേത്. ആൻഡ് അൺറിലയബിൾ നറേറ്ററാണ് ഇയാൾ. പിന്നെ ഈഡിപ്പസ് റെക്സിലെ ഐറണി ഓഫ് ഫേറ്റ് എന്താണെന്ന് ചോദിക്കാം. ഈഡിപ്പസ് റെക്സ് എന്ന് പറഞ്ഞാൽ സോഫോക്ലിസിൻ്റെ ഒരു പ്ലേ ആണ്, ക്ലാസിക്കൽ ട്രാജഡിയാണ്. ഇതിനകത്ത് സെൻട്രൽ പ്രൊഫസി എന്താണ്? ഈഡിപ്പസ് വിൽ കിൽ ഹിസ് ഫാദർ ആൻഡ് മാരി ഹിസ് മദർ എന്നുള്ളതാണ്. ഐറോണിക്കലി നമ്മൾ ഫേറ്റിനെ എന്തൊക്കെ ചെയ്ത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഫുൾഫിൽമെൻറ്റിൽ തന്നെ വരും. ഇപ്പോൾ ഈഡിപ്പസ് കോറിന്ത് എന്നുള്ള സ്ഥലത്ത് നിന്ന് പിന്നെ രക്ഷപ്പെടുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊല്ലുന്നത്. ഈ ഒരു ഡിസിഷൻ എന്താണ്? അൺനോയിങ്ലി ആണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇദ്ദേഹം കൊല്ലുന്നത്. ക്രോസ് റോഡ്സിൽ വെച്ച് ലയസിനെയാണ് കൊല്ലുന്നത്. ലേറ്റർ ഇതൊന്നും അറിയാതെ ഇദ്ദേഹം പിന്നെ ലയസിൻ്റെ ആ ഒരു സ്ഥലത്തെത്തുന്നു. ആൻഡ് ആക്സിഡൻ്റലി മാരീസ് ഹിസ് ഓൺ മദർ ജൊക്കാസ്ത. പിന്നെ ആ ഒരു പ്രൊഫസി ഫുൾഫിൽ ചെയ്യുവാണ്. അപ്പം ഈഡിപ്പസ് അങ്ങനെ ട്രൂത്ത് അൺകവർ ചെയ്യണമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ആ ട്രൂത്താണ് ഇദ്ദേഹത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ആ ട്രൂത്ത് റിവീൽ ചെയ്യുന്ന ആരാണ്? ടൈറീഷ്യസ് എന്നുള്ള ബ്ലൈൻഡ് പ്രോഫറ്റാണ്. അപ്പം ടൈറീഷ്യസ് ബ്ലൈൻഡ് ആണെങ്കിലും അദ്ദേഹം സത്യം കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈഡിപ്പസ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കാഴ്ചയുണ്ടെങ്കിലും ഹീസ് ബ്ലൈൻഡ് ടു റിയാലിറ്റി. അപ്പോൾ ഇവിടെ ആ ഐറണി ഓഫ് നോളജും അല്ലെങ്കിൽ ഇഗ്നോറൻസും തമ്മിലുള്ള ആ ഒരു ഇതാണ് ഇവിടെ ഉള്ളത് ഈ ഒരു പ്ലേക്കകത്ത്. ഈഡിപ്പസ് ഈസ് ബോത്ത് എ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് എ ക്രിമിനൽ. ഓക്കെ. പിന്നെ 100 Years of Solitudeലെ ബെൻഡിയ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബെൻഡിയ ഫാമിലി എന്ന് പറയുന്നത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിൻ്റെ ആ ഒരു നോവലിനകത്ത് സെൻട്രൽ ലീനിയേജ് ആണ്, ആ ഒരു സെൻട്രൽ ഫാമിലിയാണ്. ആൻഡ് മൾട്ടിപ്പിൾ ജനറേഷൻസ് അവർ മക്കോണ്ടോ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്നു. അങ്ങനെയാണ് സ്റ്റോറി ഇങ്ങനെ സ്പാൻ ചെയ്ത് പോകുന്നത്. ആൻഡ് ഫാമിലി ഈസ് ഫൗണ്ടഡ് ബൈ ഹൊസെ ആർക്കേഡിയോ ബെൻഡിയ ആൻഡ് ഉർസുല ഇഗുറാൻ. പിന്നെ ഈ ഹൊസെ ആർക്കേഡിയോ എന്നുള്ള പേരും ഒറേലിയാനോ എന്നുള്ള പേരും റെക്കറിങ് നെയിംസ് ആയിട്ട് ഒരു സൈക്കിള് പോലെ എല്ലാ ജനറേഷനിലും പേരിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സിന് ഇതേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഐസൊലേഷനും സോളിറ്റ്യൂഡുമാണ്. ഓരോ ജനറേഷനും പ്രീവിയസ് ജനറേഷൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. മാജിക്കൽ റിയലിസം ഉണ്ട്. പിന്നെന്താണ്, വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളതെല്ലാം. കേണൽ ഒറേലിയാനോ ബെൻഡിയ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഉർസുല എന്ന് പറയുന്നത് ഒരു മോറൽ ഫോഴ്സാണ് ഫാമിലിയിൽ. ഈ ഫാമിലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിക്ലൈൻഡ് ആവുകയാണ്. ആൻഡ് ഇൻസെസ്റ്റ് അല്ലെങ്കിൽ ടാബു റിലേഷൻഷിപ്സ് ആണ് ഈ ജനറേഷനിൽ എല്ലാ ജനറേഷനിലും ഈ ഫാമിലിയിൽ ഹാപ്പൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഈ ഫാമിലി അല്ലെങ്കിൽ സിവിലൈസേഷനെയാണ് കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ എങ്ങനെ ഒരു ക്ലാസിക്കൽ റൈറ്ററായിട്ട് ഈലിയട്ട് വ്യൂ ചെയ്യുന്നു. ഈലിയട്ട് അഡ്മയർ ചെയ്യുന്ന ഷേക്സ്പിയറിൻ്റെ ലിംഗ്വിസ്റ്റിക് റിച്ച്നെസ്സിനെയും ഡ്രമാറ്റിക് ജീനിയസിനെയാണ്. പക്ഷേ ഹി ആർഗ്യൂസ് ദാറ്റ് ഷേക്സ്പിയറിന് ആ ഒരു കംപ്ലീറ്റ് ക്ലാസിക്കൽ യൂണിറ്റി ഇല്ല വിർജിലിൻ്റെ കണക്ക്. അദ്ദേഹത്തിൻ്റെ ഡ്രാമാസിൽ ക്ലാസിക്കൽ യൂണിറ്റി, മറ്റേ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ വിർജിലിൻ്റെ പ്ലേക്കകത്തുള്ളത് പോലെയുള്ളൊരു യൂണിറ്റി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾസോ പിന്നെ ഒരു ക്ലാസിക്കിന് മെച്യൂരിറ്റി ഓഫ് കൾച്ചറും ട്രഡീഷനും ആവശ്യമാണ്. ഷേക്സ്പിയർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഫുള്ളി മെച്യൂർ അല്ല, അത് ഡെവലപ്പിംഗ് കൾച്ചറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇമോഷണൽ ഇൻറ്റൻസിറ്റിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഫോർമൽ റിസ്ട്രൻസ് ഒന്നും ഇല്ല ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ. ആൻഡ് ഓൾസോ ഹാംലെറ്റ് പോലെയുള്ള പ്ലേക്കകത്ത് ഇദ്ദേഹം ടി.എസ്. എലിയട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഇല്ലെന്നാണ്. പിന്നെ വെറൈറ്റിയിലും ഫ്ലെക്സിബിലിറ്റിയിലുമാണ് ഷേക്സ്പിയറിൻ്റെ ജീനിയസ്, അല്ലാതെ ക്ലാസിക്കൽ ഓർഡർ ഓഫ് തിങ്സിലില്ല. ആൻഡ് ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന പെർഫെക്റ്റ് റിഫൈൻമെൻറ്റിൽ എത്തിയിട്ടില്ല എന്നാണ് ടി.എസ്. എലിയട്ടിൻ്റെ അഭിപ്രായം. ആൻഡ് ഷേക്സ്പിയർ ഇസ് യൂണിവേഴ്സലാണ് ബട്ട് നോട്ട് ക്ലാസിക്കൽ എന്നാണ് ആര് പറയുന്നത്? ടി.എസ്. എലിയട്ട് പറയുന്നത്. നെക്സ്റ്റ് മെറ്റമോർഫോസിസിൽ നാർസിസസ് എപ്പിസോഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓവിഡിൻ്റെയാണ് മെറ്റമോർഫോസിസ്. അതിനകത്ത് നാർസിസസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്റ്റോറി ഓഫ് നാർസിസസ് അപ്പിയർ ചെയ്യുന്ന ഓവിഡിൻ്റെ മെറ്റമോർഫോസിസിലാണ്. നാർസിസസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ യൂത്ത് ആണ് ആൻഡ് ഹീ ഈസ് അഡ്മയർഡ് ബൈ മെനി. എല്ലാ ലവേഴ്സിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ നെംഫ് എക്കോ. എക്കോ ഈസ് കേഴ്സ് ടു ഓൺലി റിപ്പീറ്റ് അതേഴ്സ് വേർഡ്സ്. അപ്പോൾ നാർസിസസ് ക്രൂവലി റിജക്റ്റ് ചെയ്യുന്നുണ്ട്.
ആൻഡ് പിന്നെ ആസ് എ പണിഷ്മെൻറ്റ് എന്താണ്, നെമസിസ് പിന്നെ നാർസിസസിനെ ശപിക്കുവാണ്. അതായത് ഒരു റിഫ്ലക്ഷൻ, സ്വന്തം റിഫ്ലക്ഷൻ തന്നെ ഫോൾ ഇൻ ലവ് ചെയ്യാൻ വേണ്ടിയാണ് നാർസിസസിനെ നെമസിസ് കോസ് ചെയ്യുന്ന ആസ് എ പണിഷ്മെൻറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് ഇദ്ദേഹം വെള്ളത്തിൽ കാണുന്നു ആൻഡ് ഹി ബിക്കംസ് ഒബ്സസ്ഡ് വിത്ത് ഹിസ് ഓൺ ഇമേജ്. അതാണ് ഈ നാർസിസിസ്റ്റിക് പിന്നെ ക്യാരക്ടർ എന്ന് പറയത്തില്ലേ, എന്ന് വെച്ചാൽ സെൽഫ് ലവ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ളവരെയാണ് നമ്മൾ നാർസിസിസ്റ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത്, സെൽഫ് ഒബ്സഷൻ എന്ന് പറയുന്ന കണക്ക്. സോ ഇദ്ദേഹം റിയലൈസ് ചെയ്യുന്നില്ല വെള്ളത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ തന്നെ റിഫ്ലക്ഷനാണ് കണ്ടതെന്നുള്ളത്. ആൻഡ് ഹി ലോങ്സ് ഫോർ യൂണിയൻ, ആ ഒരു ഇമേജുമായിട്ട് ഇദ്ദേഹം യുണൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സെൽഫ് ലവിനെ അല്ലെങ്കിൽ ഇല്യൂഷനാണ് ഇത് കാണിക്കുന്നത്. ആൻഡ് ഹി ഗ്രാജുവലി വേസ്റ്റ് അവേ ഡ്യൂ ടു ദിസ് ഒബ്സഷൻ, അവസാനം മരിക്കുന്നുണ്ട്, അണേബിൾ ടു സെപ്പറേറ്റ് ഫ്രം ഹിസ് റിഫ്ലക്ഷൻ. എവിടാണോ മരിക്കുന്നത് അവിടെ നാർസിസസ് എന്നുള്ളൊരു ഫ്ലവർ ഗ്രോ ചെയ്യുവാണ്. ഓക്കെ, ഇനി ടൈറ്റിൽ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ഡ്രമാറ്റിക് സിഗ്നിഫിക്കൻസ് എന്താണ്? അഭിജ്ഞാന ശാകുന്തളം എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള എന്നാണ്. സെൻട്രൽ ഡ്രമാറ്റിക് ഇവൻ്റ് ആണ് റെക്കഗ്നീഷൻ എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ പ്ലോട്ട് റിവോൾവ് ചെയ്യുന്നത് കിങ് ദുഷ്യന്ത എങ്ങനെയാണ് ശകുന്തളയെ ഫോർഗെറ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദുർവാസാവ്സ് കേഴ്സ്. അപ്പോൾ റെക്കഗ്നീഷൻ ഒക്കർ ചെയ്യുന്നത് ഒരു ടോക്കണിലൂടെ, അതായത് റിങ്ങിലൂടെയാണ്. ദുഷ്യന്തൻ പണ്ട് ശകുന്തളയ്ക്ക് കൊടുത്ത റിങ് കാണിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ശകുന്തളയെ. ഈ റിങ്ങിൻ്റെ ആ ഒരു നഷ്ടത്തിലാണ് ഈ പ്ലേ ഇങ്ങനെ ഡിലേ ആയി പോകുന്നത്, ഡ്രമാറ്റിക് ടെൻഷൻ കൂടി വരുന്നത്. അപ്പം മെമ്മറി ആൻഡ് ഐഡൻറ്റിറ്റിയാണ് ഈ ടൈറ്റിൽ എംഫസൈസ് ചെയ്യുന്നത്. റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ ലവ് ആൻഡ് ഓർഡറിനെയാണ് റെസ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു പ്ലേക്കകത്ത്. അപ്പോൾ ഇത് പിന്നെ തീം ഓഫ് സെപ്പറേഷൻ ആൻഡ് റിയൂണിയൻ ആണ് ഈ ഒരു പ്ലേക്കകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ സ്റ്റോറിയുടെ കാര്യങ്ങളും പ്ലോട്ടും ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക ഇതിനകത്ത്. പിന്നെ 100 Years of Solitude ആസ് എ ഫേബിൾ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻഡിയ ഫാമിലിയും അതിൻ്റെ ക്യാരക്ടേഴ്സും ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചും ഈച്ച് ജനറേഷൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ T.S. Eliotൻ്റെ എ ക്ലാസിക് റിഫ്ലെക്ട്സ് എ മെച്യൂരിറ്റി ഓഫ് കൾച്ചർ എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈലിയട്ട് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസിക് എമർജ് ചെയ്യുന്നത് ഒരു മെച്യൂർ സിവിലൈസേഷനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് ട്രഡീഷനിൽ നിന്നാണ്. ക്ലാസിക് എന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റെബിലിറ്റിയും റിഫൈൻമെൻറ്റും വേണം അല്ലേ. അപ്പോൾ ഈ ആളുകളുടെ കളക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആ ക്ലാസിക്കിനകത്ത് വർക്കിനകത്ത് നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ ഈലിയട്ട് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വിർജിലിൻ്റെ വർക്ക്സിനെ കുറിച്ചാണ്. ഷേക്സ്പിയറിനെ പോലും അദ്ദേഹം അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ ഷേക്സ്പിയറിൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞു പോവുക. ക്ലാസിക്കിനൊരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. പാസ്റ്റ് ട്രഡീഷനെ സിന്തസൈസ് ചെയ്തൊരു യൂണിഫൈഡ് ഫോമിൽ ക്ലാസിക്കൽ വർക്കിനകത്ത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഇമോഷണൽ റിസ്ട്രെയിൻ്റ് ആണ് ഒരു കീ ഫീച്ചർ. പിന്നെ ഇൻ്റലക്റ്റും ഫീലിങ്ങും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. ക്ലാസിക്കിന് യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ടായിരിക്കണം ബിയോണ്ട് ടൈം. ഫ്യൂച്ചർ ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, എന്നാലേ അതിന് നമ്മൾ ക്ലാസിക് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് ഇതിന് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റമോർഫോസിസിനകത്ത് ഓവിഡ് എപ്പിക് ഹീറോയിക് ട്രഡീഷൻ ഓഫ് ഹോമർ ആൻഡ് വിർജിലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബുക്ക് 3 സ്റ്റോറി ഓഫ് ബാഷസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് റെഫറൻസ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓവിഡ് ട്രഡീഷണൽ എപ്പിക് വാല്യൂസ് ഫൗണ്ട് ഇൻ ഹോമർ ആൻഡ് വിർജിലിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ബാഷസിൻ്റെ എപ്പിസോഡിനകത്ത് ഹീറോയിസത്തിനെ ഡിഫറൻ്റ് ആയിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ബാഷസ് ഇസ് നോട്ട് എ ടിപ്പിക്കൽ എപ്പിക് ഹീറോ, പക്ഷേ ഗോഡ് ഓഫ് എക്സ്റ്റസി ആൻഡ് കെയോസിൻ്റെ ഗോഡാണ് ബാഷസ് എന്ന് പറയുന്നത്. ഫോക്കസ് പിന്നീട് വോറിൽ നിന്നും ട്രാൻസ്ഫോർമേഷനിലോട്ട് ഇറാഷണാലിറ്റിയിലോട്ടും പോകുന്നുണ്ട്. പൈറേറ്റ്സ് ഹു കിഡ്നാപ്സ് ബാഷസ് ആർ പണിഷ് ത്രൂ ട്രാൻസ്ഫോർമേഷൻ, അവരെല്ലാം ഡോൾഫിനായിട്ട് മാറുന്നു. ആൻഡ് സ്റ്റോറിക്കകത്ത് ഗ്രാൻഡ് ബാറ്റിൽസ് ഒന്നുമില്ല, വിച്ച് ഇസ് ടിപ്പിക്കൽ ഓഫ് എപ്പിക്കൽ പോയട്രി. ആൻഡ് ഓവിഡ് ഐറണി ആൻഡ് ഹ്യൂമർ യൂസ് ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് സീരിയസ്നെസ്. എപ്പിക് പോയട്രിക്കകത്തൊക്കെ സീരിയസ് ആയിട്ടുള്ള പോയട്രിയാണ് നമ്മൾ എപ്പിക് പോയട്രി എന്ന് പറയുന്നത്, പക്ഷേ ഐറണി ഹ്യൂമറുമാണ് ഓവിഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബാഷസ് എന്താണ്, ഡിവൈൻ പവറിനെ അൺഎക്സ്പെക്റ്റഡ് വേസിലാണ് റിവീൽ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ട്രഡീഷണൽ ഹീറോയിക് ഐഡിയൽസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഒന്നും ഇതിനകത്ത് പറഞ്ഞു പോകുന്നില്ല. ട്രാൻസ്ഫർമേഷൻ റീപ്ലേസസ് ഗ്ലോറി ആസ് എ സെൻട്രൽ തീം. ഇവിടെ ഗ്ലോറിക്കല്ല ഇമ്പോർട്ടൻസ്, ട്രാൻസ്ഫർമേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഹീറോയിക് ക്വാളിറ്റീസ് ഒന്നുമില്ല, ഒരു ഫ്ലൂയിഡ് ഐഡൻറ്റിറ്റിയാണ് ഹീറോയ്ക്കുള്ളത്. പ്ലേഫുൾ ആയിട്ടുള്ള ടോണാണ് ഇതിനകത്തുള്ളത്. ഒരു ലിറ്റററി എക്സ്പെരിമെൻറ്റേഷൻ പോലാണ് വർക്ക്സ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.